അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കളയാം. വർക്ക് അടിപൊളി പോകുന്നു. കുറച്ച് എയറിലാണ്, ഓ കുറച്ച് താഴേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ വന്നോണ്ടിരിക്കും. കുറച്ച് കാലങ്ങളായിട്ട് എയറിലാണ്. ഒരു 3 മാസമായിട്ട് ഇപ്പൊ എയറിലാണ്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഈ ചേച്ചീനെ ഒരു ചേച്ചിയായിട്ടാണ് അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിപ്പോ അന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോഴും ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴും എല്ലാം എന്റെ മനസ്സിലാതാണ്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ബ്രദർ സിസ്റ്റർ ആണ്. അപ്പോ ഒരു ലിപ് ലോക്ക് സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ രേണു എന്ത് ചെയ്യും? ഓക്കെ, ലൈഫിലാണല്ലോ ബ്രദർ സിസ്റ്ററും. അതെ, ഞാൻ അതാണ് പറഞ്ഞത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ പ്രതീക്ഷ എന്ത് ചെയ്യും? നല്ലൊരു കഥയാണെങ്കിൽ ആ കഥാപാത്രത്തിന് ലിപ് ലോക്സിന് ആവശ്യമെങ്കിൽ നമ്മൾ ചെയ്യും. എങ്ങനെ ഇരിക്കണം? ആ കഥയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. നമ്മൾ ചെയ്യും. അതിന് ഒറ്റ വാക്കിന് എസ് പറഞ്ഞ പോലെ എത്ര ചുറ്റി മൂക്ക്. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. താങ്ക് യു. അത് വേറെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ വന്നാൽ ചെയ്യും. അപ്പൊ അവിടെ ബ്രദർ സിസ്റ്റർ ഇല്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും നടനും നടിയും തന്നെ വിളിക്കാം. മൈരാണ് സാധനം തോന്നിയായിരിക്കും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.